ഹലോ ഗൈസ് ഇവിടെ ഇപ്പോൾ സമയം 6:04 സോ ആ കാണുന്ന മലയാണ് തുർക്കിയിലുള്ള അറാറത്ത്. പക്ഷേ അറാറത്ത് അർമീനിയയുടെ ആണെന്നാണ് അർമീനിയ പറയുന്നത്. ഒരു സമയത്തായിരുന്നിരിക്കണം, പക്ഷെ ഇപ്പം തുർക്കിയുടെയാണ്. ഇപ്പം ദിസ് ഈസ് ജിനോസൈഡ് ഗൈസ്. ഉദിക്കുന്ന സമയത്തായപ്പോൾ ഇവിടെ ഭയങ്കര ഇതായി ക്ലൗഡ് വന്ന് മൂടി. അല്ലാതെ എനിക്ക് നല്ല സൺസെറ്റ് കാണാമായിരുന്നു, സൺറൈസ് കാണാമായിരുന്നു. ഇവിടെ സൺറൈസ് ഒന്നുമില്ല ഗൈസ്. അങ്ങനെ പ്ലിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ സ്റ്റാർട്ടായി. നാട്ടിലോട്ട് ഈ പ്രശ്നം പോകുന്നില്ല. ഞാൻ വെക്കേഷൻ വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. നോക്കട്ടെ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വലിയ കാര്യം. ഞാൻ കുറേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് മനസ്സിൽ വിചാരിച്ച് എടുത്തു വെച്ചായിരുന്നു, പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഡാൽമ ഗ്രീൻ മോൾ. പിന്നെ അവിടെ കുറേ ടർഫുണ്ട് കണ്ടോ, 1 2 3 4 5 6 കുറേ ടർഫുണ്ട്. പിന്നെ അതാണ് ഇവിടുത്തെ സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ മാച്ചസിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണ്. അവിടെയാണ് റൊണാൾഡോ ഒക്കെ വരുന്നതെന്ന് പറയുന്നത്. പിന്നെ ആ കാണുന്ന ടവർ ഇവിടുത്തെ ഏറ്റവും വലിയ ടെലിവിഷൻ ടവറാണെന്ന് തോന്നുന്നു. വേറെ ഒന്നും ചുറ്റും കാണുന്നുണ്ട്, ആകെ ഇച്ചിരിയേ ഉള്ളൂ. ഈ നോവയുടെ പേടകോ നോവയുടെ ഷിപ്പ് വന്ന് തട്ടിയത് അവിടെ നിന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ചെറിയൊരു ആർക്ക് കണ്ടോ, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ചന്ദ്രമാമനുണ്ട്, അവിടെ ഈ മാമനുണ്ട്. പിന്നെ ഇത് അർമേനിയൻ ജീനോസൈഡിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഉള്ളൊരു മോണമെൻ്റാണ്. എല്ലാ വർഷവും ഇവർ ആ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അർമേനിയൻസും പിന്നെ അർമേനിയൻ കൾച്ചറിനെ ബഹുമാനിക്കുന്നവരും ഇവിടെ വന്നിട്ട് പൂവൊക്കെ വെച്ച് കാണിച്ചു തരാകത്ത്. അപ്പോൾ ഇതാണ് മോണമെൻ്റ്. ഇനി ഞാൻ കുറച്ച് അടുത്തോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ പ്രത്യേകതരം കുരുകളുടെ ചെടിയുണ്ട് കഴിച്ച് കണ്ടോ, ടെൻഡടി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ആപ്രിക്കോട്ട് പഴുത്തിട്ടുണ്ട്. ആപ്രിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആപ്പിൾ പഴുത്ത് നിൽപ്പുണ്ട്. ആപ്പിൾ പഴുത്തിട്ടില്ല, ആപ്പിൾ കുറേ ഉണ്ട്. മൽബറി കുറേ പഴുത്തിപ്പുണ്ട്. കാണിച്ചു ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് വന്നതാണ്. സൺറൈസ് കാണാമെന്ന് പറഞ്ഞുണ്ട്. റൈസ് കാണുന്നില്ല, പക്ഷെ നല്ല വെട്ടമായിട്ടുണ്ട്. ഇവിടെ പിന്നെ ആൾക്കാർ നടക്കാനൊക്കെ വരുന്നുണ്ട് രാവിലെ. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് ഗൈസ്. പൊളിഞ്ഞങ്ങനെ വീണോ മോണമെൻ്റ് കഷ്ണം. നമ്മൾ ഇത്ര അടുത്തെത്തിയിട്ടുണ്ട്. കാണാമോ, നമ്മൾ ഇത്രയും അടുത്തെത്തി മോണമെൻറ്റിൻ്റെ. ബാക്കി ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എനിക്കിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞത് ഇവിടെ എന്തോ വലിയ അനർത്ഥം സംഭവിച്ചിരിക്കുകയാണ് ഗൈസ്. വലിയ ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട്. അതായത് കണ്ടോ, ഇവിടുത്തെ ഭാഗമൊക്കെ പൊളിഞ്ഞു പോയി. ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഫുള്ള് റോക്കിലായിരിക്കുന്നു. ആദ്യം കോൺക്രീറ്റ് വെച്ചിട്ട് അവരൊരു ബേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ലെയറായിട്ട് ഈ റോക്ക് കണ്ടോ, ഈ റോക്ക് കണ്ടോ, ഇത് കട്ട് ചെയ്തത് ഇങ്ങനെ പേവ് ചെയ്തേക്കുക. അത് പൊളിഞ്ഞു വീണിട്ടുണ്ട് ഗൈസ്. എർത്ത് വന്നില്ലല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എർത്ത് വരും കേട്ടോ. ഭയങ്കര മൈനറായിട്ടുള്ള സാധനം. ഇതാണ് മറ്റേ എൻ്റെ മന. പിന്നെ ഇതാണ് ഗൈസ്, ഇതിൻ്റെ അകത്ത് നമുക്ക് പോകാൻ പറ്റും. പിന്നെ നടുക്കാണ് മറ്റേ നമ്മുടെ നാട്ടിൽ അണയാത്ത തീയൊക്കെ ഇല്ലേ, കെടാവിളക്കെന്നൊക്കെ പറയുന്ന സാധനം, അതുപോലത്തെ ഒരു സാധനമാണിത്. ഇപ്പം തന്നെ നമുക്ക് കുറച്ച് പൂവൊക്കെ കാണാൻ പറ്റും കണ്ടോ. ഇവിടെ ഡെയിലി ആൾക്കാർ വന്നിട്ട് പൂക്കളൊക്കെ വയ്ക്കും. അപ്പോൾ ഇതാണ് ജിനോസൈഡിൻ്റെ ഫ്ലെയിം. ഇതാണ്ട് ഗൈസ് പണി നടക്കുന്നത്. അവർ ടാർപോളിനൊക്കെ ഇട്ട് വെച്ചേക്കുക. ഇതിൻ്റെ അകം ഇങ്ങനെ കണ്ടോ. ഇതൊക്കെ പണ്ടത്തെ കൺസ്ട്രക്ഷൻ ആട്ടോ, ഇത് അധികം പുതിയ കൺസ്ട്രക്ഷൻ ഒന്നും അല്ല. അത് കണ്ടോ, ഔട്ട് ഓഫ് ദ വേൾഡ് ആർക്കിടെക്ചർ. ഇതൊക്കെ പഴയ കാലത്തെ കാര്യം പറയാൻ എനിക്ക് നല്ലതായിട്ട് ഇവർക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ട്സും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ജീനോസൈഡിൻ്റെ അകത്ത്, മോണമെൻ്റിൻ്റെ അകത്തുള്ള സംഭവം. നമ്മൾ പോവാണ് ഗൈസ്. പോകുന്ന വഴിക്കുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് താണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ ആപ്രിക്കോട്ട. ഇതിനകത്തോണ്ട് കൊച്ചു കായൊക്കെ ഉണ്ട്. ഇതാണ് ആപ്രിക്കോട്ട്. ഇത് പീച്ചല്ല കേട്ടോ, ഈ വരാണ്ട് പീച്ചെന്ന് ചോദിക്കുന്നത്. ഇത് ആപ്രിക്കോട്ട. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് മരങ്ങളുണ്ട്, ഒരുപാട് മരങ്ങൾ. അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പഴുത്തത് വിളഞ്ഞതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ശരി, കണ്ടുവരുന്ന അമ്മ കണ്ടോ. ഇഞ്ചൂടോ ഉണ്ടോ. എടാ ഇത് ഗർഭിണിയാ. ഇത് ഇച്ചൂടാ, എന്ത് ചെറുത് താങ്ങാക്കാത്ത വേറെ കൊണ്ടുവേണം പോയി. ഇവൻ്റെ സ്കിന്ന് കണ്ടോ. അടുത്തോട്ട് വരാത്ത വാടാ. അതോട് വരുന്നില്ല ഗൈസ്, ഞാൻ പോണേ. അവൻ്റെ പേരായിരുന്നു നോക്കിയോ. മൈൻഡാക്കുന്നില്ല. അയ്യേ
ശശി കഴിക്കാൻ ബാ. ഇപ്പം നോക്കി, ഇപ്പം ഞാൻ വരുത്തി തരാം. നമ്മളിങ്ങനെ മണ്ണോളം ഇങ്ങനെ എളുമ്പ കാണിച്ചാൽ അമ്മമാരടുത്ത് വരും. കണ്ടോ ആ കണ്ടോ അച്ചോള എടാ എന്നെ നക്കിട്ട് ഓടിയുണ്ണി. എന്തുവാ കാണിക്കുന്നത്? കാണിക്കുന്നത്? ബാ നക്കിയാൽ മതിയായിരുന്നു, കഴിഞ്ഞോ പരിപാടി. അപ്പം അതുകൊണ്ട് അറാറത്ത് മല, അറാറത്ത് പർവ്വതം ഇത് കണ്ടു. എന്നിട്ട് ഇതൊക്കെ കണ്ടോ ഗൈസ്? ഇതൊക്കെ ഓരോ രാജ്യത്തെ ഓരോ പ്രസിഡന്റ്മാരുടെ പേരിൽ നട്ടേക്കുന്ന മരമാണ്. മേ ബി അവരൊന്നും നട്ടിട്ടായിരിക്കും, എനിക്ക് അത്ര ഉറപ്പില്ല. കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ശോഷിച്ചിരിക്കുന്ന മരം കണ്ടോ? ഈ ശോഷിച്ചിരിക്കുന്ന മരം. ദിസ് ട്രീ വാസ് പ്ലാന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് റൊമേനിയ ട്രയൻ ബസ്കു. 2006 ഡേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതുപോലെ അപ്പോൾ ഇന്ത്യയുടെ ഇവിടെ കാണുമല്ലോ. പക്ഷേ ഞാൻ ഇന്ത്യയുടെ തല പിടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ടാസ്ക് കിട്ടി. ഈ ചറപറ പ്ലേറ്റ്, ഇപ്പോൾ എവിടെ നോക്കിയാലും പ്ലേറ്റ് എത്തുന്നു. ഗവൺമെൻറ് ഇതെവിടെയാണോ? സ്വിസ് കോൺഫെഡറേഷൻ ഇതേതാ വലിയ ടീമാണ് കേട്ടോ. ഇൻ മെമ്മറി ഓഫ് US അംബാസിഡർ ഹെൻറി മോർഗനാത്തോ. പ്ലാന്റഡ് ബൈ ഹെൻറി മോർഗനാത്തോ III ആൻഡ് സൺസ്. ഇറ്റാലിയൻ അർമീൻസ് സൈപ്രസ്. ഇവിടെ കാണും. താണ്ട ഗൈസ് ഇപ്പോൾ കണ്ടുപിടിച്ച് തരാം. റഷ്യ, യുക്രൈൻ, റഷ്യ, റൊമേനിയ, ബൾഗേറിയ, ജോർജിയ, ഫിൻലാൻഡ്, വത്തിക്കാൻ സിറ്റി, റഷ്യ, പോളണ്ട്, ഇല്ലല്ലോ അവിടെ. എവിടോ കളിക്കുന്നു? ഇവിടെ നോക്കാം. റഷ്യ, ജോർജിയ, ഫ്രാൻസ്, കിട്ടി. സുബ്രഹ്മണ്യം ജയ്ശങ്കർ, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. 34. 37 കണ്ടുപിടിക്കുന്നത്. B3 ആണ്, അത് ജോർജിയ. ഓക്കെ, B7 അവിടുത്തെ പരിപാടി ഞാനാരായി? 150ാമത്തെ ആനിവേഴ്സറി ഓഫ് ഹോമനസ് തൗമന്യൻ. അതെന്ത് സ്കാമ പരിപാടി? അതൊരുമാതിരി ദാറ്റ് പ്ലേസിലെ പരിപാടി ആയിപ്പോല്ലോ. ഇവിടെ കുറേ ഉണ്ട്. എന്താ? വൈസ് പ്രസിഡന്റ് ഇന്ത്യ M. ഹമീദ് അൻസാരി 18. ഇവിടെ നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും. നോക്കാം. 15, 11, 15, ഇത് 14, 15, 2, 15, 5, 11, 3, 2. ഇത് പ്രശ്നമാകും ഗൈസ്, ഇത് പ്രശ്നമാകും. എനിക്ക് സമാധാനം കിട്ടുന്ന കാരണം കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പം ശരി കിട്ടി ഗൈസ്, കിട്ടിയതാണ്ട്. പ്ലാന്റഡ് ബൈ ഹോണറബിൾ ഹമീദ് അൻസാരി, വൈസ് പ്രസിഡന്റ് മച്ചാൻ ഓഫ് ഇന്ത്യ. 2017 4/25. വയസ്സാണ്. കായൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടത് പൈൻക. അപ്പോൾ സമാധാനമായിട്ട് എനിക്ക് വീട്ടിൽ പോകാം ഗൈസ്. ഞാൻ ഇനി തിരിച്ചു പോകുന്ന വഴി കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് തന്നെ പല ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്ത് തന്നെ പല ബാബറെ തേടിയ വള്ളി കാലിച്ചുറ്റി. പ്ലാന്റഡ് ബൈ ദ ഹോണറബിൾ ബൈറോൺ സിംഗ് ഷെഖാവത്ത്, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 7 October 2005. വലിയ മരമാണ് ഗൈസ്. 2005 മരമാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ തന്നെ ഒരുപാട് മരങ്ങളിവിടെ ഗൈസ്. അപ്പോൾ അതാണ് സംഭവം. നല്ല മണൽ വെള്ളം, നല്ല രുചിയുള്ള വെള്ളം കേട്ടോ. ഓക്കെ, നമുക്ക് പോകണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് ഗൈസ്. ആർക്കെങ്കിലും ഈ ഒരു പ്രത്യേകതരം ഫ്രൂട്ടിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ പലതും നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇതായത് കണ്ടിട്ടുണ്ട്. അവിടെ കഴിഞ്ഞു, ഇവിടെ കഴിഞ്ഞു, അവിടെ കാണിച്ചു. ഫ്രൂട്ട്സ് കാണിച്ചു തരാം. ആപ്പിൾ നമ്മളവിടെ നിൽപ്പുണ്ടായിരുന്നു, പക്ഷേ അങ്ങനത്തെ ആപ്പിളൊന്നുമില്ല. കണ്ടോ? ഇവിടെ പണ്ട് ഫൗണ്ടൻ ഉണ്ടായിരുന്നു ഗൈസ്, ഇപ്പം ഫൗണ്ടനില്ല. പക്ഷെ മോളൊന്നും മോനാന്നറിയുമ്പോൾ മോളായിരിക്കുമല്ലേ, മോനാണെന്ന് കണ്ടിട്ട്. ഇത് ഞാൻ വായിച്ചു തരാം. 2002 വെച്ചതാണ്. ദിസ് സ്റ്റാച്യു ഈസ് എ മെമ്മോറിയൽ ടു ദോസ് ഹൂ പെരിഷ്ഡ്, survived and escaped them. It is a reminder of the indignities perpetrated on the Armenian people who stood resolute
ഇൻ ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് ഹെറിറ്റേജ്. അപ്പം അതാണ് സംഭവം. ഈ നിൽക്കുന്നൊക്കെ മൽബറി കേട്ടോ. ഈ വലിയ മരം കണ്ടോ? എല്ലാതുകൊണ്ട് കളർ ഉണ്ടോയെന്ന് അറിയുമ്പോഴോ. പക്ഷേ ഈ നിൽക്കുന്ന കണ്ടോ, കാണുന്നുണ്ടോ? ഇതെല്ലാം പഴുത്തതാട്ടോ, പക്ഷേ ലൈറ്റ് കളറാന്നേ ഉള്ളൂ. പൈസ ഇത് കണ്ടോ, നല്ല പഴുത്തതാണ്. അല്ല, സ്വയംഭൂ സാധനം. പുളിയില്ല കേട്ടോ, മധുരം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് മൽബറി ഉണ്ട്, പലതും പല ടേസ്റ്റാണ്. ചിലത് വായി വയ്ക്കാൻ കൊള്ളില്ല, ചിലത് നല്ല ടേസ്റ്റാണ്, ഭയങ്കര രുചിയാണ്. ഈ റെസ്റ്റോറൻറ്റിന് ചുറ്റും നിൽക്കുന്നത് ഇത് എന്താണ്? ആപ്രിക്കോട്ട്. ഇത് ആപ്രിക്കോട്ട്, ഇത് ആപ്പിൾ. എൻ്റെ ആപ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചത് കണ്ട. ആപ്പിൾ വയ്ക്കുന്ന കുറേ നിൽപ്പുണ്ട് ഇതിൽ. ഇത് കൊച്ചു കായ, പൊട്ടുക എന്നൊക്കെ കണ്ടോ, ഇതെല്ലാം ആപ്പിളാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആപ്രിക്കോട്ട് കാണിച്ചു തരാം, പഴുത്തത്. ഓ, ഇതാ നിൽക്കുന്ന എല്ലാ ആപ്രിക്കോട്ടാണ് ഗൈസ്. പഴുത്തത് കാണിച്ചു തരാം. കണ്ടോ 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 കണ്ടോ. ഇത് വൈഡി കിടക്കുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ ഐ വിൽ ട്രൈ മൈ മാക്സിമം ടു ഷോ യു സം ഫൈൻ ആപ്രിക്കോട്ട്സ്. ക്യാ ഹേ ബൈ. കണ്ടോ 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 കണ്ടോ, നിറച്ച് കിടക്കുന്നുണ്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആപ്രിക്കോട്ട് പറിക്കാൻ മാക്സിമം ശ്രമം നടത്തുന്ന എന്നെയാണ്. തറ കിടക്കുന്നുണ്ടോ? ആരൊക്കെ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് ഇവിടെ. എന്താണ്ട് ആരൊക്കെ പറിച്ച് കൂട്ടിയിട്ടേക്കുന്നു. എന്തിനാ കൂട്ടിയിട്ടേക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എല്ലാം അത് തന്നെ, എല്ലാ ആപ്രിക്കോട്ട് മരങ്ങൾ. ഇതാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ആപ്രിക്കോട്ട് വൃക്ഷം. ദിസ് ഈസ് ദ ഫ്രഷ് ആപ്രിക്കോട്ട്. ഞാനിത് പൊളിച്ച് തിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ വരെ കണ്ടോ, അതിനകത്ത് പിടിച്ച് വലിക്കണം. അമ്മച്ചി അപ്പോൾ അൺബോക്സ് ആയിട്ട് ഈ കുരു കിട്ടും. ഈ കുരു പൊട്ടിച്ച് തിന്നാം, പക്ഷെ ഉണങ്ങിയതിന് ശേഷം മറ്റേ ബദാം പോലെ ഇരിക്കും, എന്നിട്ട് തിന്നാം. ഞാൻ കഴിഞ്ഞ വർഷം തിന്നതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അധികം പഴുത്തിട്ടില്ല, നല്ല ക്രഞ്ചി. മേ ബി 2 ദിവസം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അപ്പൂക്കോട്ട് പറിക്കുക. ഒരു അപ്പൻ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അപ്പനും നമ്മളെ ഹെൽപ്പ് ചെയ്യണം. हाँ 6 यहाँ पर खाना पीना Allez, chante direkt raak met je daar. ഗൈസിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു. ഇതോ അവിടെ നിൽക്കുന്ന പട്ടി കണ്ടോ? ആ പട്ടി ആ നിൽക്കുന്ന വെള്ളയിട്ട കൊച്ചിനെ ഓടിച്ചിട്ട് കടിച്ച്. അപ്രിക്കോട്ട് കുറച്ചെൻ്റെ കൈ തൊലിയിലുള്ളത് ഗൈസ്. അറിയോ? ഓക്കെ, ബൈ. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ, ഞാൻ സ്മൈൽ ചെയ്ത് നമ്മൾ ഒതുക്കി. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. കൊച്ചു ആപ്രിക്കോട്ട് കാണിച്ചേട്ടെ, കുട്ടി ആപ്രിക്കോട്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി പഴുത്തിട്ടുള്ളതാണ്, കളറൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ച കുറേ ആപ്രിക്കോട്ടിനകത്ത് ഒരെണ്ണം നല്ല പഴുത്തിട്ടുണ്ട്. അത് നല്ല ഇങ്ങനെ നല്ല സാധനമായിരുന്നു. ഇവിടെ കോൺസേർട്സൊക്കെ നടത്തും, അങ്ങനെ കുറേ പരിപാടികൾ നടത്തും. അതാണിത്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടൽ. പിന്നെ ഇതിന് ചുറ്റും റിസർവ് ചെയ്തിട്ടുള്ള ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ഒന്നല്ല, ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റാണ്, പക്ഷേ റിസർവ്ഡ് ഏരിയ ആണ്. അപ്പം ഗൈസ് ശരി, അപ്പം കാണാം. കുറേ അപ്പം പറഞ്ഞില്ലേ, അപ്പം തിന്നാൻ തോന്നുന്നു. അപ്പം ഗൈസ് ബൈ, ശരി എന്നാൽ ബൈ. പോലെ ഗൈസ് പരിപാടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് കയറിയൻ്റെ ഫ്രണ്ട് എന്തിരാന്ത്. അപ്പം ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. അത് റോഡ്, ആ റോഡ് വഴിയാണ് കയറി വന്നത്. പിന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന ഈ അലമ്പായിട്ട് കിടക്കുന്നതെല്ലാം കുറച്ച് സമ്മർച്ചോട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇവർ ഫൗണ്ടനാക്കും. ഇത് ഫുള്ള് കണക്റ്റഡ് താഴോട്ട് വരെ. അപ്പോൾ നൈസാണ് കാണാൻ. കുറേ സ്റ്റെപ്സ് ഉണ്ട് ഗൈസ്, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നീ താഴെ പോയിട്ട് വേണം വീട്ടിൽ പോകാൻ.
ഇപ്പം സമയം 6:57. നമ്മളിവിടെ എത്തിയിട്ട് ഏകദേശം 1 മണിക്കൂറാകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ കാണാം. ശരി, അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി എപ്പോഴും സമയം കിട്ടുന്ന വെച്ചാൽ അപ്പോൾ വ്ളോഗ് ഇടാം. ശരി, ബൈ. ചിലർക്കിത് ഒരു ബോറിങ് ടോപ്പിക്കായിട്ട് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവസാനമായിട്ട് ഇട്ടത്. അപ്പം ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ജീനോസൈഡ്, അർമേനിയൻ ജീനോസൈഡ് എന്താണ്, എന്തുകൊണ്ടൊക്കെയാണെന്നുള്ള കാര്യം. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പം എന്താണ് അർമേനിയൻ ജീനോസൈഡ്. ഈ ഓട്ടോമാൻ എംപയറിൽ ജീവിച്ചിരുന്ന അർമേനിയൻസ് അവരെ എക്സ്റ്റെർമിനേറ്റ് ചെയ്യുന്നൊരു മാസമായിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു 1915-നും 1923-നും ഇടയ്ക്ക്. അപ്പം ആ ഒരു മൊത്തത്തിലുള്ള ഇതിനെയാണ് അർമേനിയൻ ജീനോസൈഡ് എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം 3 മില്യൺ ആൾക്കാരെ അടുപ്പിച്ച് ആ സമയത്ത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 3 മില്യൺ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതൽ ആൾക്കാർ എന്തെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം ഇതിനെ കാരണം എന്ന് പറയുമ്പം വേൾഡ് വാർ 1 ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഓട്ടോമാൻ എംപയറിലെ യങ് തുർക്സ് എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി ഗ്രൂപ്പ്, അവർ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവർ ആദ്യത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഗവൺമെൻറ് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു സ്കീമായിരുന്നു. അപ്പം അത് മാത്രമല്ലാണ്ട് അവരുടെ ഉദ്ദേശത്തിൽ ഈ തുർക്കിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ അവരുടെ ഈ കൾച്ചറും ലാംഗ്വേജും എല്ലാം കൂടെ ഏഷ്യനും സെൻട്രൽ ഏഷ്യനും ഓട്ടോമൻ എംപയർ സ്പ്രെഡ് ചെയ്യുന്ന പോലെ കൊക്കേഷ്യൻ റീജിയൻസിനും എല്ലാത്തിനെയും സ്പ്രെഡ് ചെയ്യിക്കണമെന്ന് പറയുന്നത് വലിയൊരു നേഷൻ പോലെ കൊണ്ടുവരണമെന്നായിരുന്നു അവരുടെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഓട്ടോമൻ എംപയറിൽ നിന്നിരുന്ന അർമേനിയൻസിനെയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസിനെയും തുർക്കിഫൈ ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ടായി. പക്ഷേ അർമേനിയൻസിൻ്റെ കേസിൽ അവർ ഭയങ്കര ഓർത്തഡോക്സും, പിന്നെ ഓർത്തഡോക്സ് എന്ന് പറയുമ്പോഴത്തില്ല, ഭയങ്കര വിശ്വാസികളായിരുന്നു. അതിൻ്റെ കൂടെ അവർ നല്ല ക്രിസ്ത്യൻ, മനസ്സിലായല്ലോ, തുർക്കിഫൈ ചെയ്യുന്നതിനേക്കാളും എളുപ്പം എക്സ്റ്റെർമിനേറ്റ് ചെയ്യുന്നതായിരുന്നു എന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ 3 ഫേസായിട്ട് അവർ ഇത് ചെയ്തു. കുറേ പേരെ എക്സൈൽ ചെയ്തു. അപ്പം ഫസ്റ്റ് ഫേസും മസാക്ര എന്ന് പറയുമ്പോഴത്തേക്ക് ആർമിയിലുണ്ടായിരുന്നു. അവിടെ ആർമിയിൽ സേവനം ചെയ്തിരുന്ന അർമേനിയൻസിനെ കൊന്നുകളഞ്ഞു. അതും ആർമിയിൽ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. രണ്ടാമതായിട്ട് ഈ ഡോക്ടേഴ്സ് പ്രൊഫഷണലായിട്ട്, എന്ന് വെച്ചാൽ കുറച്ച് റിസോഴ്സസൊക്കെ ഉണ്ടാക്കി, കുറച്ച് എഡ്യൂക്കേഷണൽ വാല്യൂയും കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന കുറച്ച് വളർന്നിട്ടുള്ള അർമേനിയൻസിനെ അവർ ഇവിടെ വെച്ച് തന്നെ ഡയറക്റ്റ് കൊന്നു. പിന്നെ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും അധികം ഹാമൊന്നും ഇല്ലാത്തവരെയൊക്കെ സിറിയൻ ഡെസേർട്ടിലോട്ടൊക്കെ അങ്ങ് എക്സൈൽ ചെയ്യിപ്പിച്ചു. അതിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അർമേനിയൻസ് മരിച്ചു വരുന്നത്. ഏകദേശം 2 മില്യൺ ആൾക്കാരും അങ്ങനെ തന്നെയാണ് മരിച്ചത്. ഇതാണ് അർമേനിയൻ ജീനോസൈഡ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം. കുറച്ച് വർഷങ്ങളുണ്ടല്ലോ, ഒരു 6-7 വർഷങ്ങളുണ്ട്, 7-8 വർഷങ്ങൾ കൊണ്ട് നടന്ന സംഭവം. പക്ഷേ ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ 1911-10 തൊട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പം അതാണ് സംഭവം അർമേനിയൻ ജീനോസൈഡ്. അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ച മോണുമെൻ്റ് അതിൻ്റെ പേരിൽ അവരെ ബഹുമാനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മോണുമെൻ്റാണ്. 1967 ഓപ്പൺ ആക്കിയ മോണുമെൻ്റ്. 3 ആർക്കിടെക്ട്സാണ്. അവരുടെ പേര് ഞാൻ നല്ലപോലെ ഓർക്കുന്നില്ല. പിന്നെ അർമേനിയൻ ജീനോസൈഡ് മ്യൂസിയം എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്. അതിൽ നിന്നാണ് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ എടുത്തത്. പിന്നെ താല്പര്യമുള്ളവർ അതിൽ പോയി നോക്കാം. പിന്നെ ഈ ടോപ്പിക് കുറച്ച് ബോറിംഗ് ആയിരിക്കും, അതുകൊണ്ടാണ് മിക്കവർക്കും ബോറിംഗ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇത് അവസാനമായിട്ട് ഇടുന്നത്. അപ്പം ശരി, ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ തിരയാം, ഗൂഗിൾ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ബൈ.